ചക്കക്കുരുവും പച്ചച്ചെമ്മീനും പച്ചമാങ്ങയും ചേർത്ത് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്തതിന് ശേഷം നന്നാക്കി വെച്ചിരിക്കുന്ന പച്ചച്ചെമ്മീനും അരിഞ്ഞ സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ 2 തണ്ട് വേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ചെമ്മീനും ചക്കക്കുരുവും വേവാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കാൻ ശ്രമിക്കുക. കാരണം മൺചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് വേവാവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ മൂടി തുറന്ന് വേവാൻ വെച്ചിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി പകുതി വേവായി കഴിയുമ്പോൾ മാങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവും ചെമ്മീനും ചേർത്തപ്പോൾ നമ്മൾ മാങ്ങ ചേർത്തിട്ടില്ലായിരുന്നു. കാരണം മാങ്ങ പെട്ടെന്ന് വേവുന്നത് കൊണ്ട് നമുക്ക് മാങ്ങ അവസാനം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാങ്ങ വെന്ത് ഉടഞ്ഞു പോകും. അതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് എല്ലാം കൂടി വെന്തതിന് ശേഷം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വറ്റൽമുളക്, 2 തണ്ട് വേപ്പില ഇത്രയും ചേർത്ത് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എൻജോയ് ചെയ്യാം.